എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമേൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. അതിൻ്റെ കൂടെയാണ് അപ്പം ഞാൻ റോഷൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത്. എൻ്റെ ഗുരുവിനെ പോലെയാണ് അദ്ദേഹം. പിന്നെ ലാൽ സാറിൻ്റെ കൂടെ. അപ്പം ഏറ്റവും വലിയ ക്രൂവിൻ്റെ എൻ്റെ ആദ്യത്തെ സിനിമ, ആദ്യത്തെ 2 സിനിമയും ബി ഉണ്ണികൃഷ്ണൻ സാറാണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ എന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയിലും പിന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ കോടതി സമക്ഷം ബാലമക്കിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം വലിയ സിനിമയുടെ ഭാഗമാണെന്നേ പറഞ്ഞില്ല, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വളരെ ഭാഗ്യം ചെയ്യുന്നൊരു സംഭവമാണ് വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ലാൽ സാറിനോടൊക്കെ ചെയ്യുക എന്നുള്ളത്. അത് കരിയറിൻ്റെ ആദ്യമേ കിട്ടിയെന്നുള്ളത് ഭാഗ്യമാണ്. പിന്നെ നല്ല ക്യാരക്ടറും കിട്ടി. അപ്പം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം സിനിമ എന്നുള്ളത് നമ്മൾ അഭിനയിക്കുന്നതിലുപരി അത് ടെക്നിക്കലി കുറേ സംഭവങ്ങളുണ്ട്. അതായത് ടെക്നിക്കലാണ് സിനിമ കുറേ. അപ്പോൾ അത് നമ്മൾ ചെയ്താണ് പഠിക്കുക ചില കാര്യങ്ങൾ. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനോട് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ അവരൊരു 20-25 വർഷം കൊണ്ട് ചെയ്തുണ്ടാകുന്ന എക്സ്പീരിയൻസ് നമുക്ക് ക്യാപ്സ്യൂൾ പോലെ ആ നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ലാൽ സാറൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു പിന്നെ അത്രയും വലിയ ആർട്ടിസ്റ്റിനോട് അഭിനയിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആദ്യത്തെ സിനിമയിൽ ചെയ്യുമ്പം നമ്മളെ കംഫർട്ടബിളായിട്ട് അവരെപ്പോഴും നോക്കാറുണ്ട്. ലാൽ സാറൊക്കെ എല്ലാവരും കംഫർട്ടബിൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാ ഇൻ്റർവ്യൂവിലും കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ആ ഒരു കംഫർട്ട് കിട്ടുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും. കോൺഫിഡൻസ് വരുമ്പം നമ്മുടെ പെർഫോമൻസ് നന്നാവും. പിന്നീടുള്ള അങ്ങോട്ടുള്ള എല്ലാ സിനിമയിലും ആ ഒരു കോൺഫിഡൻസും എക്സ്പീരിയൻസും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഈ വലിയ ആർട്ടിസ്റ്റുകളുടെയും വലിയ ടെക്നീഷ്യന്മാരോടെ വർക്ക് ചെയ്തുള്ള ഗുണം. നമ്മുടെ എക്സ്പീരിയൻസ് കൂടും, സിനിമയിലുള്ള നമ്മുടെ അറിവുകൾ കൂടിക്കൊണ്ടേയിരിക്കും ഓരോരോ സിനിമ കഴിയുന്നത്. അതാണ് എനിക്ക് അതുകൊണ്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് ഇനിയും റിലീസ് ചെയ്യാനുള്ള പടം ഇപ്പം ഷൈലോക്കാണ് ഏറ്റവും അവസാനം റിലീസുള്ളത്. അത് കഴിഞ്ഞ് കുഞ്ഞാലി മരക്കാറാണ്. അത് പ്രിയദർശൻ സാറിനോട് എൻ്റെ 2ാമത്തെ മൂവിയാണ്. ഒപ്പം ചെയ്തിരുന്നു വീണ്ടും ലാലേട്ടൻ്റെ കൂടെ കുഞ്ഞാലി മരക്കാർ. അതിലൊരു നല്ല ക്യാരക്ടറാണ് ചെയ്തത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടറാണ്. അപ്പം അത്രയും വലിയ സിനിമയിൽ കിട്ടിയത് അത് ഈ പറഞ്ഞ പോലെ ലക്കാണ്. അവസാന നിമിഷമാണ് ആ സിനിമയിലേക്ക് ഞാൻ വന്നത്. ഒരു സീനിയർ ആർട്ടിസ്റ്റ് വെച്ചിട്ട് ക്യാരക്ടറായിരുന്നു. എന്തോ കുറച്ച് ഡേറ്റ് ഇഷ്യൂവും പിന്നെ ഏജ് സംബന്ധമായിട്ട് ചരിത്രമാണല്ലോ. അപ്പോൾ അതിൽ ഏജ് സംബന്ധമായിട്ട് ആ ക്യാരക്ടർ അത്രയും ഏജ് വേണ്ട എന്നുള്ള രീതിയിൽ ഏജ് കുറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ഒരു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സാറേ എനിക്ക് എവിടെയെങ്കിലും ഒരു ഷോട്ടിൽ തലകാണികൾ അവസരം തരണം എന്ന് പറഞ്ഞു. കാരണം അതൊരു ചരിത്രമാണ്. സിനിമയുടെ വിജയമോ പരാജയമോ അതിനുപരി കുഞ്ഞാലി മരക്കാർ എന്നുള്ള സിനിമയുടെ ചരിത്രമാണ്. 100 കോടി, മലയാളത്തിലൊരു 100 കോടി സിനിമ എന്ന ചരിത്രമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഇത് സംഭവം വന്നപ്പം അദ്ദേഹം പെട്ടെന്ന് എന്നെ ഓർക്കുകയും എനിക്ക് പെട്ടെന്ന് എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് മരക്കാറിലെത്തിയത്. അപ്പോൾ മരക്കാറാണ് അടുത്ത റിലീസ്. പിന്നെ ഇപ്പം മമ്മൂക്കായുടെ കൂടെ പ്രീസ്റ്റ് എന്ന മൂവിയിലൊരു ക്യാരക്ടർ ചെയ്യുന്നത്.